എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവരോടും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് അപ്പുറം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും അപ്പുറയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതാണ് ഇവരുടെയാണ് ഈ സന്തോഷം എന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്, ഈ കുടുംബത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കും. അപ്പോൾ ഗ്രഹനാഥൻ ഇപ്പോൾ എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്യുന്നതിന് ഞാൻ സ്നേഹപൂർവ്വം രതീഷിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ദേവിച്ചേട്ടന് ഒരു നന്ദി പറയുന്നു. നല്ല രീതിയിലൊരു വെൽക്കം സ്പീച്ച് നടത്തി. അപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു ചെറിയ ഞങ്ങളുടെ ഒരു സന്തോഷത്തിൽ വന്നു ചേർന്ന എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം തന്നെയാണ് വീട് വെക്കാൻ പറ്റുക എന്നുള്ളത്. അത് ഞങ്ങൾക്ക് കുറേ നാളത്തെ പ്രയത്നത്തിന് ശേഷം കഴിഞ്ഞ വർഷം സാധ്യമായി. അങ്ങനെ ഒരു യാത്രയിൽ അതൊരു വലിയൊരു യാത്ര തന്നെയായിരുന്നു. ആ യാത്രയിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോയ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് എല്ലാവരെയും ഞങ്ങൾക്ക് കൈ തന്ന എല്ലാവരെയും ഞങ്ങൾ സ്മരിക്കുന്നു. അതുകൂടാതെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ വെളി രാജ്യങ്ങളിലൊക്കെ വന്ന് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബമൊന്നും അടുത്തുണ്ടാവത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും ഒരു കൂട്ടും ബലമായിട്ട് നിൽക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പം നിങ്ങളാണ് ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ കുടുംബമെല്ലാം. അപ്പം കുടുംബാംഗങ്ങൾ എൻ്റെയോ ഇന്ത്യയുടെയോ കുടുംബാംഗങ്ങൾക്ക് ആർക്കും തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു കുറവ് നികത്താനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ ഒരു ബലമാണ്, ധൈര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാനും ഈ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഞങ്ങൾക്ക് സാധിച്ചത്. അപ്പോൾ നിങ്ങളോട് എല്ലാവർക്കും ഞങ്ങൾക്ക് നന്ദി പറയാനുണ്ട്. പിന്നെ ഇതൊരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ്. ഈ ഒരു ദേവിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു തലമുറകൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു നല്ലൊരു പാഠമാണ്. അവർക്കും ഒരു കൂട്ടായ്മയും സോഷ്യലൈസ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ പിന്നെ ഋതിമയും റോഹനും ബിന്ദിയും ഞാനും നിങ്ങളെല്ലാവരെയും കുടുംബാംഗങ്ങളായ നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സത്യത്തിൽ എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു വീട് എന്നുള്ളത്. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അത് സാധ്യമായത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞങ്ങളുടെ ഈ യാത്രയിൽ ഒരുപാട് എല്ലാ കഷ്ടതകളിലും എല്ലാ വിഷമത്തിലും എല്ലാത്തിലും ഞങ്ങളോട് സ്നേഹത്തോടെ ഒത്തിരി എല്ലാ സപ്പോർട്ട് ചെയ്ത് താങ്ങായി നിന്ന് എല്ലാവരും ഓരോരുത്തരെ ഈ അവസരത്തിൽ നിങ്ങൾ ഓർക്കുക. അവരോടെല്ലാം ഒരുപാട് നന്ദി പറയുന്നു. പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാവരും സഹായിച്ചിട്ടുള്ള എല്ലാവരും ഒരുപാട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ എല്ലാവരെയും ഞങ്ങളിതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് സിനിമാറ്റിക് കളിക്കാൻ ഇഷ്ടമാണ്.
ഇന്നിവിടെ കിട്ടിയ ഒരവസരം എൻ്റെ മകൻ്റെ കൂടെ ഞാൻ നാട് കാണാൻ വന്നു. ഇവിടെ എത്തി, ഇവിടെ എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരുമായിട്ട് പിന്നെ സ്നേഹം പങ്കിടാനും ഒക്കെ എനിക്ക് സാധിച്ചു. പക്ഷെ ഈ ഒരു വേദി എനിക്ക് കിട്ടിയത് വളരെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇതിന് ഞാൻ ഞങ്ങളോടെല്ലാം എല്ലാവരോടും എൻ്റെ ഭാരവാഹികളോടും എല്ലാവരോടും നന്ദി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഞാനൊരു കവയിത്രി അല്ല, കവിത പാടും. ഇന്ത്യയുടെ ഭയങ്കര നിർബന്ധ പ്രകാരം കവിതയല്ല, ഞാൻ 2 വരി എഴുതി വായിക്കാം. പിന്നെ കവിത വായിക്കാൻ ശരീര വിറയലുണ്ട്, സ്വാഭാവികം ശ്വാസം മുട്ടലും ഉണ്ട്. ഞാൻ എൻ്റെ അവസരങ്ങളുണ്ടല്ലോ. ഇത് കവിതയായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. 2 വരി ഇത് വന്ന തെറ്റുകൾ നിങ്ങളെ ക്ഷമിക്കുക. ഈ സുദിനത്തിൽ ഞാൻ നേരുന്നിതാ 1000 1000 ആശംസകൾ. ഈ സുദിനത്തിൽ ഞാൻ നേരുന്നിതാ 1000 1000 ആശംസകൾ. ഗൃഹപ്രവേശം നടക്കും വേളയിൽ ആശംസ ആശംസ ആശംസകൾ. പല നാളിൽ മനതാരിൽ ചാലിച്ചു വെച്ചുള്ള മോഹന സ്വപ്നം കടീരണിഞ്ഞു. പുതിയ ഈ വീടിൻ്റെ ആത്മസൗന്ദര്യം അണയാതെ വിടട്ടെ. ഈ വീട്ടിലെന്നും വിലസിടട്ടെ. ഈ പടിവാതിൽ കടന്നു വന്നിടട്ടെ സന്തോഷത്തിൻ്റെ അലയടികൾ. ചിന്തിക്കുവാനും ചിരിക്കുവാനും സ്വപ്നങ്ങൾ കാണാൻ പങ്കുവെക്കാൻ നിസ്സാര പരിഭവം പെട്ടെന്നകറ്റാനും ഈ വീട്ടിൽ സാധ്യത ഏറിടട്ടെ. ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും നേരുന്നു ഞാനിതായി വേളയിൽ. സ്മരണ പുതുക്കിയും മധുരമൊഴുക്കിയും പൊന്നണിഞ്ഞിടും ദിവസമിന്ന്. മനമാകെ നിറയുന്ന ഭാവുകം പകരുന്ന മലരുകൾ തിങ്ങി വിടർന്നിടട്ടെ. ആശകൾ വാക്കുകൾ തിരയുമീ വേളയിൽ 1000 1000 അഭിനന്ദനം. സ്നേഹത്തോടെ പങ്കുവയ്ക്കുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഒരു കൈയടിക്കാം. ഇവരുടെ ഈ ദിവസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതാണ് ഈ സ്നേഹം എല്ലാം എക്കാലവും ഇതുപോലെ തന്നെ തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഇവരുടെ കുടുംബത്തോടൊപ്പം ഈ സ്നേഹവും ഈ സന്തോഷവും സമാധാനവും എന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കട്ടെ എന്ന് ഇവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന അവസരമാണ്. ഇനി നമുക്ക് ഒരു പ്രോസ്റ്റ് ആണ് ഇന്ന് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാനുള്ളത്.
പോസിറ്റീവ് പറയുന്നുണ്ട്. നല്ലൊരു പോസ്റ്റ് ഇവർക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ, അതായത് ഇവർക്ക് രണ്ടുപേർക്ക് സൗണ്ട് കുറവാണ്. ആ പാട് സൗണ്ട് അസസ്മെന്റ് ആബ്സല്യൂട്ട്ലി റോങ്. ശരിക്കുള്ള ഒരു അസസ്മെന്റ് ആക്കി ഗവൺമെന്റ് പിന്നിങ് റോഹനാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ സൗണ്ട്. കമോൺ റോഹൻ, കം ദിസ് സൈഡ്. ഈ സൈഡിലോ കം ദിസ് സൈഡ്. സോ താങ്ക് യു. റോഹൻ തന്നെയാണ് സൗണ്ട്. സോ എല്ലാവർക്കും